വയനാട്ടിൽ ശക്തമായ മഴ പെയ്തതോടെയാണ് ചൂരൽമല പുഴയിൽ ജലനിരപ്പ് ഉയർന്നത്. ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. പുഴ നവീകരണത്തിന്റെ ഭാഗമായി ഇരു കരകളിലും മണ്ണ് മാറ്റിയിട്ടിരുന്നു. ഇതെല്ലാം ഒലിച്ചു പോകുന്ന സാഹചര്യമാണ്. അട്ടമല റോഡിൽ, വില്ലേജ് റോഡിലൊക്കെയും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഉരുൾപൊട്ടൽ ഉണ്ടായോ എന്ന ആശങ്ക പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നു. അത് പരിശോധിക്കണമെന്നവർ ആവശ്യപ്പെടുന്നു. ഉദ്യോഗസ്ഥർ പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അർജുൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ എന്താണ് അവസ്ഥ? നേരത്തെ കുത്തി ഒലിച്ചു വന്ന ആ വെള്ളം അതിപ്പോഴും അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണോ? ഈ പ്രദേശവാസികൾ ഒരുപക്ഷെ അക്കരെ ഉണ്ടായിരുന്ന ആളുകളെ, തോട്ടം തൊഴിലാളികളെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? മലവെള്ളപ്പാച്ചിലാണോ? അത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഏത് ഭാഗത്തായിരിക്കും? വിവരങ്ങൾ. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പുഞ്ചിരിമട്ടം ഭാഗത്താണ് ആദ്യമായി ഉരുള് പൊട്ടിയത്. ആ ഭാഗത്താണ് ഉരുള് വന്നത്. പുഞ്ചിരിമട്ടം ആ ഒരു പ്രദേശത്തെ തൊട്ട് മുകളിലാണ് ഉരുള് പൊട്ടിയത്. ആ ഭാഗത്ത് കുറച്ച് മണ്ണ് കൂടി അവിടെ ഇളകി നിൽക്കുന്നുണ്ടായിരുന്നു. ആ മണ്ണാകാം ഇത്തരത്തിൽ ഒലിച്ച് താഴോട്ട് വന്നത് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു നിഗമനം. പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് ഇതും കൃത്യമായിട്ടുള്ള ഒരു നിഗമനമല്ല. കൃത്യമായി ഈ ഇത് ഉരുൾപൊട്ടലാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിൽ മാത്രമാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ പ്രദേശത്തേക്ക് ആളുകൾക്ക് എത്തിപ്പെടുവാൻ ഇപ്പോൾ എന്തിരുന്നാൽ തന്നെയും കഴിയില്ല. ഫയർഫോഴ്സിനകത്തെ പോലീസിനകത്തെ ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. കാരണം മലവെള്ളം ആ രീതിയിലാണ് ഈ പ്രദേശത്തേക്ക് കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഴയ്ക്ക് നേരിയ ഒരു ശമനമുണ്ട്. എന്തിനാൽ തന്നെയോ ചെറിയ രീതിയിൽ ഈ പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട്. ഈ ചൂരമല പ്രദേശത്ത് പെയ്യുന്ന മഴയല്ല നമ്മൾ കൃത്യമായി നോക്കേണ്ടത്. മലയ്ക്ക് മുകളിൽ പെയ്യുന്ന മഴയാണ് നമ്മൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടത്. ഈ ചൂരൽമല ഭാഗത്ത് പെയ്യുന്ന മഴ അത് അത്ര കണ്ട് ഭയാനകമായിട്ട് നമുക്ക് കാണുവാൻ കഴിയില്ല. ഈ മലയ്ക്ക് മുകളിൽ മഴ ശക്തമായി പെയ്യുന്നുണ്ടെങ്കിൽ ആ മലയിൽ നിന്ന് രൂപപ്പെടുന്ന വെള്ളം പിന്നീട് കുത്തി ഒലിച്ചുകൊണ്ട് ഈ ചുരമല ഭാഗത്തേക്ക് വരുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ മലയ്ക്ക് മുകളിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? അത്തരത്തിലുള്ള ഒരു സാഹചര്യം, അത്തരത്തിലുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ വേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ആ മലവെള്ളം കുത്തി ഒലിച്ച് വരികയാണെങ്കിൽ സ്വാഭാവികമായും നേരത്തെ തന്നെ ഈ ഒരു പ്രദേശത്തേക്ക് ഒഴുകി വന്നിട്ടുള്ള, അതായത് നേരത്തെ ഉരുള് പൊട്ടി ഒഴുകി വന്നിട്ടുള്ള ചെളിയും അതുപോലെ തന്നെ കല്ലും, വലിയ പാറക്കല്ലുകളൊക്കെ ഈ പ്രദേശത്തുണ്ട്. ആ പാറക്കല്ലുകളെയും ഈ ചെളിയെയും ഒക്കെ ഒരേപോലെ തന്നെ ഉന്തി മുൻപോട്ട് കൊണ്ടുവരാനുള്ള ശക്തിയിലുള്ള ഒഴുക്കാണ് ഇപ്പോൾ നമ്മൾ ഈ പുഴയിൽ കാണുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ, കൂടുതൽ മലവെള്ളം ഒലിച്ചു വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം ഈ പ്രദേശത്ത് സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തൊട്ടപ്പുറത്ത് തന്നെ ഈ ചൂരമല പ്രദേശത്ത് തന്നെ നിരവധി പേർ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. ചായക്കടയുണ്ട്, അത്തരത്തിലുള്ള പലചരക്ക് കടകളുണ്ട്. ഇത്തരത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. ആ ഒരു സ്ഥലത്തേക്കൊക്കെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് ജനങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. മാത്രമല്ല ഇവിടേക്കുള്ള ആളുകളെ ഒരു റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകളോട് ഈ പ്രദേശത്തേക്ക് ചെല്ലാൻ പാടില്ല എന്നുള്ള ഒരു നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ പെയ്ത ശക്തമായ മഴയാണ്. ആ മഴയിലാണ് ഇത്തരത്തിൽ ഈ മലയ്ക്ക് മുകളിൽ ശക്തമായ മഴ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മഴയിലാണ് ഇത്തരത്തിൽ ഈ ബാക്കി ഉണ്ടായിരുന്ന മണ്ണ് ഒലിച്ചു വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനാൽ തന്നെയും ഈ മലവെള്ളം ഒലിച്ചു വരുന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തന്നെയാണ്. പക്ഷേ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. എന്തിനാൽ തന്നെയും ഒരു ജാഗ്രത എപ്പോഴും വേണ്ടത് അത്യാവശ്യമാണ്. സ്വാഭാവികമായും ഈ മലവെള്ളം ഇത്തരത്തിൽ ഒലിച്ചു വരികയാണെങ്കിൽ വീണ്ടും അതിന്റെ കൂടെ തന്നെ ഈ ചെളിയും അതുപോലെ തന്നെ കൂടുതൽ കല്ലുകളും ഒഴുകി വരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. തൊട്ടപ്പുറത്തുള്ള ചില മലകളൊക്കെ ഉണ്ട്. ആ മലകളിലൊക്കെ ഒരു ഉരുൾപൊട്ടൽ സാധ്യത നേരിടുന്ന പ്രദേശങ്ങളാണ്. അങ്ങനെയെങ്കിൽ അവിടെയുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിലും വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം അല്ലെങ്കിൽ ഒരു ആഘാതം ഉണ്ടാകുവാനുള്ള ഒരു സാധ്യത വളരെ ഏറെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇത് ഉരുൾപൊട്ടലാണോ അല്ല എങ്കിൽ വെറും ഒരു മലവെള്ളപ്പാച്ചിൽ മാത്രമാണോ എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അർജുൻ, അതേസമയം ഈ തൊഴിലാളികളെ ഇക്കരയ്ക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന വിവരത്തിനൊപ്പം തന്നെ അവിടെ ഓടിക്കൂടിയ നാട്ടുകാർ വലിയ തോതിൽ പ്രതിഷേധിക്കുന്നുണ്ട് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. കാരണം ഒരുപക്ഷെ എത്ര വർഷം കഴിഞ്ഞാലും മനസ്സിൽ നിന്ന് ആ ഓർമ്മകൾ മായാത്ത വിധം ഒരു വലിയ ദുരന്തം അതിജീവിച്ചവരാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതുകൊണ്ട് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവർക്ക് വലിയ ആശങ്കയുണ്ടാകും. അവർ വലിയ തോതിൽ ഉദ്യോഗസ്ഥരോട് പ്രതിഷേധിക്കുന്നുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. കാരണം ഈ ദുരന്തത്തിന് ശേഷവും എന്തെങ്കിലും തരത്തിൽ അവരുടെ ജീവിതം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴുള്ള ഈ ദൃശ്യങ്ങളും. ഈ പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് ഈ ഇരു കരകളിലായി ഈ പുഴയിൽ നിന്ന് കോരിവെച്ച കല്ലും മണ്ണും ഒപ്പം ഈ ഉരുൾപൊട്ടലിലെ മറ്റ് അവശിഷ്ടങ്ങളുമൊക്കെയാണ് എന്ന് നേരത്തെ അർജുൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഷാജിമോൻ അവിടെ നിന്ന് നമ്മോട് സംസാരിച്ച പ്രദേശവാസി ഷാജിമോനും ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി. എന്തെങ്കിലും തരത്തിൽ
ഒരു ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഈ കാലാകാലം ഇങ്ങനെ പേടിക്കേണ്ടതില്ലായിരുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ആ പ്രതിഷേധത്തിലും കഴമ്പുണ്ട്. വിവരങ്ങൾ എന്താണ്? മുൻപും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാട്ടുകാർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും നമ്മൾ കൃത്യമായി ആ വാർത്തകളൊക്കെ നൽകിയതാണ്. എന്നാൽ വാർത്തകൾ നൽകുകയല്ലാതെ അധികൃതർ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ജീവന് വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും യാതൊരു വിധത്തിലുള്ള നടപടിയും പിന്നീട് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. നേരത്തെ തന്നെ ഇവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനിയും മഴ പെയ്യുകയാണെങ്കിൽ മണ്ണ് ഒലിച്ചു വരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടയുവാൻ നമുക്ക് കഴിയില്ല. അത് സ്വാഭാവികമായി തന്നെ ഒഴുകിക്കൊണ്ടിരിക്കും എന്നുള്ളതടക്കം പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ ഇവർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ ഈ പ്രദേശത്ത് ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ രീതിയിലുള്ള അത് ആശങ്കയുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നീണ്ടു പോകുന്ന ടൗൺഷിപ്പ് പദ്ധതിയാണ്. ഒരു വർഷമാകാറായി. അതായത് ഈ വരുന്ന ജൂലൈ 30 ഈ ഉരുൾപൊട്ടലിന്റെ ഒരു വർഷം തികയുകയാണ്. ജൂലൈ 30 ആകുമ്പോൾ ഒരു വർഷം തികയുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ടൗൺഷിപ്പിന്റെ പദ്ധതി എവിടെയും എത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഒരു വർഷം വേണോ അല്ലെങ്കിൽ ഒരു വർഷമാകണോ ഇത്തരത്തിലൊരു ടൗൺഷിപ്പിന്റെ പദ്ധതി പണിയെങ്കിൽ പൂർത്തിയാകുക എന്നുള്ള ഒരു ചോദ്യമാണ് ജനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്. പലരും ഇപ്പോഴും ഈ പ്രദേശത്ത് താമസിക്കുന്നവരുണ്ട്, ചില പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുണ്ട്, മാത്രമല്ല അട്ടമലയിൽ താമസിക്കുന്നുണ്ട്. മറ്റു ചിലരാകട്ടെ വാടക വീടുകളിലൊക്കെയാണ് താമസിക്കുന്നത്. ഈ വാടകയിൽ താമസിക്കുന്ന ഇത്രയും നാൾ വാടക വീട്ടിൽ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ താമസിക്കുന്നവർ ഉണ്ട്. പക്ഷെ അവർ ഇപ്പോൾ പറയുന്നത് വാടക വീടുകളിലുള്ളവരൊക്കെ ഞങ്ങളോട് വാടക ഉടമ ആ വീടിന്റെ ഉടമയുള്ള അവർക്കൊക്കെ ഒരു അത്യാരസ്യമായി തുടങ്ങിയിട്ടുണ്ട് തങ്ങൾ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രദേശത്തുള്ളവരെയൊക്കെ ആ ടൗൺഷിപ്പിലേക്ക് മാറ്റുവാനുള്ള ഒരു സാഹചര്യം സാധിക്കും. വയനാട്ടിൽ ആശങ്കയായി ചൂരൽമല പുഴയിലൂടെ കുത്തൊഴുക്ക് തുടരുകയാണ്. അർജുൻ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, അതേസമയം മഴ ഒന്ന് കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസമുള്ളത്. കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? ഒരു ചെറിയ രീതിയിലുള്ള ഒരു മഴയ്ക്ക് ഒരു ശമനമുണ്ട്. പക്ഷേ വലിയ രീതിയിൽ ഈ ഒരു മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളത് നമുക്ക് പറയുവാനായിട്ടില്ല. ഇപ്പോഴും ഈ കാർമേഘ മൂടി തന്നെയാണ് ഉള്ളത്. ഈ പ്രദേശത്തൊക്കെ മൂടലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ മഴ കുറയും എന്നുള്ളത് നമുക്ക് പറയുവാൻ കഴിയില്ല. മഴ ശക്തമാവാനുള്ള ഒരു സാധ്യതയാണുള്ളത്. മാത്രമല്ല ഈ പ്രദേശത്തെ മഴയല്ല നമ്മൾ നോക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഈ മലയിൽ മഴ ശക്തമായി പെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു നിരീക്ഷണമാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് കൂടുതലായി മലവെള്ളം ഒലിച്ചെത്തുക. ഈ പ്രദേശത്ത് പെയ്യുന്ന മഴ സാധാ രീതിയിൽ ഒഴുകി പോവുകയാണ് ചെയ്യുക. പക്ഷെ മലവെള്ളം ഉണ്ടാവുകയാണെങ്കിൽ, മലയിൽ ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ അത് മലവെള്ളപ്പാച്ചിലായി മാറി പിന്നീട് ശക്തമായ ഒഴുക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന്റെ ഒരു സാഹചര്യമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അത്തരത്തിലുള്ള ഒരു ചെറിയ ഒരു ഭാഗമാണ് ഇപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. ആ മണ്ണായിരിക്കാം ഈ പ്രദേശത്തേക്ക് ഒഴുകി വന്നിട്ടുള്ളത്. പക്ഷേ ഉരുൾപൊട്ടലാണോ എന്നുള്ളത് ഇതുവരെയും തീർച്ചയാക്കിയിട്ടില്ല. ജനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ പ്രദേശത്ത് ഉയർത്തുന്നത്. അതായത് ഇത്ര നാളായിട്ട് കൂടി തങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കാരണം. മാത്രമല്ല ഈ പ്രദേശത്തെ പുഴയുടെ ഒഴുക്ക് തടയുക എന്ന് പറയുന്നത് അത്ര കണ്ട് അപ്രാപ്യമായ കാര്യമല്ല, അപ്രാപ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് സമയം വേസ്റ്റ് ചെയ്യാതെ തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ടൗൺഷിപ്പ് പദ്ധതി എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക. മാത്രമല്ല ഈ പ്രദേശത്തെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബെയിലി പാലത്തിന്റെ താഴെയുള്ള ഒരു സംരക്ഷണ ഭിത്തി സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ആ സംരക്ഷണ ഭിത്തി അടക്കം ചെറിയ രീതിയിൽ പൊട്ടിയ സാഹചര്യമാണ് ഉള്ളത്. ഇവയൊക്കെ കൃത്യമായി തന്നെ പരിശോധിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ശാസ്ത്രീയമായ രീതി അവലംബിക്കണം എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ പറയുന്നത്. ഓക്കെ, ശരി അർജുൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഉരുൾപൊട്ടലാണോ എന്ന സംശയമാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നത്. പക്ഷേ കഴിഞ്ഞ പുഞ്ചിരിമട്ടത്ത് ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ബാക്കി പത്രമായി അവിടെ ഉണ്ടായിരുന്ന മണ്ണ് ഇപ്പോൾ ഈ മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ചു വന്നതാണ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പ്രദേശവാസികൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ കൂടുതൽ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും അങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടാവുക. ഏതായാലും അക്കരെ ഉണ്ടായിരുന്ന തോട്ടം തൊഴിലാളികളെ തിരിച്ചെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്.